ഇന്ന് രാവിലെ കാപ്പിക്ക് ദോശയും സാമ്പാറും ആയിരുന്നേ. ഇന്നിപ്പോൾ അവന്മാർക്ക് പോകാൻ ഇച്ചിരി സമയം വൈകിയ പോലെ ഉണ്ട്. അപ്പോൾ തന്നെ ഇപ്പം വാരി കൊടുത്തില്ലെങ്കിൽ അതും കൊണ്ട് അങ്ങനെ ഇരിക്കും ഫുഡും കൊണ്ട്. അപ്പം കഴിക്കാനായിട്ട് കൊടുക്കുവാണേ. അപ്പോൾ അത് എവിടെയും കഴിക്കാനിരുന്നപ്പം കഥപുസ്തകമൊക്കെ ആയിട്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു കഥപുസ്തകമൊക്കെ മാറ്റി വെക്കും മോനെ, നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ അത് മാത്രമേ ശ്രദ്ധിക്കാവുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവൻ മാറ്റി വെച്ചു കേട്ടോ. അപ്പം നന്ദുവിനെ എൻ്റെ ഇടയ്ക്കൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അവൻ വരുന്നേ ഇല്ലേ. അവൻ രാവിലെ തൊട്ട് അലമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് പോകാൻ മടിയാന്ന് തോന്നുന്നു. അപ്പം പാൻറ്റ് വേണമെന്നും പറഞ്ഞ് രാവിലെ തൊട്ട് കരയാൻ തുടങ്ങിയതാണേ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ്റെ വഴക്കൊക്കെ മാറി വന്ന് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ കഴിഞ്ഞ് പോകാൻ ഇറങ്ങിയപ്പോഴത്തേനും ഇന്നും മൊത്തം ഭയങ്കര മഴയും കാറ്റുമായിരുന്നേ. അപ്പം ഇന്നിപ്പോൾ എന്നാൽ വിടുന്നില്ലെന്നോർത്ത് പോകണ്ടെന്ന് പറഞ്ഞതിൻ്റെ സന്തോഷമാണ് കേട്ടോ ആ പോക്ക്. പിന്നെ ഞാൻ കുറച്ച് ചീര ഇന്നലെ ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു, ഒരു തോരനുള്ള ശരിക്കും ഒരു തോരനുള്ള ചീര ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് പറിച്ച് കഴുകി തോരാൻ വെച്ചു. എന്നിട്ട് അരിയൊക്കെ ഇട്ടു കേട്ടോ. അരിയൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി ചീര അരിയാൻ പോവാണേ. ഞാൻ ഈ ചീര അരിയുമ്പോൾ ഉണ്ട് ഇതുപോലെ ബണ്ടിലായിട്ട് എടുത്തിട്ട് ഒരു റബ്ബർ ഇട്ട് വെക്കുവേ. അപ്പം നമുക്ക് ഒത്തിരി സ്ട്രെയിൻ ഇല്ല കൈക്ക് പിടിച്ച് അരിയാനായിട്ട്. അങ്ങനെ ചീരയൊക്കെ അരിഞ്ഞ് തോരനുള്ള തേങ്ങയും അങ്ങനത്തെ സാധനങ്ങളെല്ലാം കൂട്ടൊന്ന് തിരുമ്മി വെച്ചു. വന്നപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ കാപ്പി കുടിച്ചില്ലായിരുന്നു. പിന്നെ കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്കും കഞ്ഞിയൊക്കെ വെന്തായിരുന്നു. അപ്പോൾ ആ അടുപ്പിലോട്ട് തന്നെ തോരൻ വെച്ചു. ജീരകവും ഒന്ന് പൊട്ടിച്ചെടുത്തേ. പിന്നെ ഇച്ചിരി വെളുത്തുള്ളിയും ബാക്കി ഉള്ളിയും പച്ചമുളകും ഒക്കെ കൂടിയിട്ട് കരിയാപ്പിലൊക്കെ കൂടിയിട്ടൊന്ന് മൂപ്പിച്ചിട്ട് പിന്നെ നമ്മൾ ആ തിരുമ്മി വെച്ചേക്കുന്നതും കൂട്ടൊന്ന് ഇളക്കി വെച്ചു കേട്ടോ. തോരൻ അടുപ്പിലോട്ട് ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വന്ന് തൂത്തുവാരിയൊക്കെ വന്നപ്പോഴത്തേനും തോരനായിട്ടുണ്ടായിരുന്നു. തോരനൊക്കെ വെന്ത് മാറ്റിയിട്ട് കഞ്ഞി പിന്നെ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. തീ നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് കത്തിച്ച് കൊടുക്കണമല്ലേ, തീ നമ്മൾ പോകുന്ന പുറകെ അങ്ങ് പോകും. ഇപ്പോൾ തണുപ്പായതുകൊണ്ട് മക്കൾ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നേ. അത് കഴിഞ്ഞ് ഒന്ന് തുടച്ചുകൂടെ കഴിഞ്ഞപ്പോൾ എൻ്റെ പണി കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം സിറ്റൗട്ടിൽ വന്നിരുന്നേ.